അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നേ. ആ ഷോർട്സിൽ കണ്ടവർക്ക് മനസ്സിലാവും നമ്മൾ എവിടോട്ടാണ് പോകാൻ നിൽക്കുന്നതെന്ന്. അപ്പോൾ എൻ്റെ മോനാണെങ്കിൽ റോട്ടിൽ കാണുന്ന ഒരു സാധനത്തിനെയും വെറുതെ വിടത്തില്ല. മൃഗത്തിനെ ആയാലും മനുഷ്യനെ ആയാലും എന്ത് സാധനത്തിനെ അവിടെ നിന്ന് ഹോയ് ടായി ഒക്കെ വിട്ട് ഇപ്പോൾ ഒരു ഹോയ് വിട്ടുകൊണ്ടിരിക്കുകയാണ് ഹെലികോപ്റ്ററിന് വേണ്ടി. ഒരു ബസ് വരുന്നുണ്ട് കേട്ടോ. ബസ്സിൻ്റെ വരക്കോ നമ്മുടെ വീഡിയോ എടുത്തോ കണ്ടാൽ വിചാരിക്കും ഇപ്പം അതിൽ ചാടി കയറുന്നു. ഇല്ല, നമ്മളൊരു ക്യാബ് ബുക്ക് ചെയ്താണ് പോകുന്നത്. ക്ലൈമറ്റ് അനുസരിച്ച് ഡൽഹിയിൽ ഭയങ്കര ചൂടാണ് കേട്ടോ. ഇപ്പം പുറത്തിറങ്ങാൻ പറ്റാത്ത ചൂടാണ്. എന്നാൽ ചോദിക്കും വീടിനകത്ത് ഇരുന്നൂടെ എന്ന് പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ പുറത്തിറങ്ങിയാലേ പറ്റുള്ളൂ. കാര്യമാണല്ലോ ഒരിക്കലും ഇങ്ങനെ വെളിയിൽ ഇറങ്ങാൻ കിട്ടുന്ന അവസരം നമ്മൾ പാഴാക്കരുത്. അപ്പോൾ ആ ഒരു സൈഡിലൊരു ക്ഷേത്രം കണ്ടായിരുന്നു എന്നറിയില്ല. ഒരു സ്കോൺ ടെമ്പിൾ ഉണ്ട്. ഇടയ്ക്ക് ഞാനൊരു ഷോർട്സിൽ എൻ്റെ ആ സ്കോൺ ടെമ്പിളിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ, അയ്യപ്പ ക്ഷേത്രം. നമ്മുടെ സൗത്ത് ഇന്ത്യൻ അയ്യപ്പ ക്ഷേത്രമാണ് കേട്ടോ ഇത്. നമ്മുടെ ഡൽഹിയിൽ തന്നെ ഒരുപാട് സൗത്ത് ഇന്ത്യൻ ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ. ഗുരുവായൂരപ്പൻ ക്ഷേത്രം, അങ്ങനെ ഒരുപാട് അയ്യപ്പ ക്ഷേത്രങ്ങൾ. ഇത് നമ്മുടെ നാട്ടിലെ അമ്പലത്തിലെ പൂജകളും കാര്യങ്ങളും എല്ലാം ഇവിടെ ക്ഷേത്രത്തിൽ നടത്താറുണ്ട്. ഈ അയ്യപ്പ ക്ഷേത്രത്തിനോട് ചേർത്ത് തന്നെ ഒരു ബംഗാളി മന്ദിരം ഉണ്ട് കേട്ടോ, ബംഗാളി ടെമ്പിൾ. ഇവിടുത്തെ പ്രതിഷ്ഠയെന്ന് പറയുന്നത് ഭദ്രകാളിയും കൃഷ്ണനും രാധയും ശിവനും ഒക്കെയാണ്. അപ്പം നമ്മുടെ ഇവിടെ ഈ പൂജ ചെയ്യുന്നതൊക്കെ കണ്ട് അതിൽ മുഴുകി നിൽക്കുന്നത് നമുക്ക് തോന്നും കണ്ടു കഴിഞ്ഞാൽ. പക്ഷെ അല്ല, ആ കമ്പി കഴിച്ചുകൊണ്ടിരിക്കുക, ഒട്ടിപ്പോയ എന്തെന്നറിയത്തില്ല, അവിടെ നിന്ന് വലിച്ചിട്ട് ഇളവുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇളക്കി വിട്ടുടനെ ഇവിടെ അടുത്ത ബഹളത്തിലോട്ട് വന്നു. ഇവിടെ മണിയടിയായ ആകെ ബഹളമായി. അവസാനം അവർ എന്നെ കുറച്ച് പ്രസാദം തന്നിട്ട് ഇറങ്ങിപ്പൊക്കൂടെ എന്നുള്ള മട്ടിൽ അതുകൊണ്ട് തന്നു. പക്ഷേ അതിൽ തന്നെ ഈ ക്ഷേത്രത്തിനകത്ത് തന്നെ ശിവൻ്റെ ഒരു പ്രതിഷ്ഠയും കൂടെ ഉണ്ട്. അപ്പോൾ നന്ദിയുടെ കുട്ടിക്ക് എന്തൊക്കെയോ സീരിയസ് ആയിട്ട് സംസാരിക്കണമെന്നും വേറൊന്നുമല്ല. കുട്ടിയുടെ അച്ഛന് കുറച്ച് പൈസ കൊടുത്താൽ കുട്ടിക്ക് കുറച്ചുകൂടെ ടോയ്സ് വാങ്ങാം, അതുകൊണ്ട് ദൈവത്തിനോട് കുറച്ച് പൈസ കൊടുക്ക് എന്നാണ് പറഞ്ഞത്. പിന്നെ ഈ നോർത്ത് ഇന്ത്യൻസിൻ്റെയൊക്കെ ഈ ശിവക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്വയമേ ശിവധാരയെല്ലാം നടത്താൻ കിട്ടും. ആദ്യമൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ സ്ഥിരമായതിനു ശേഷം ഇങ്ങനെ ധാരയൊക്കെ ചെയ്യാതെ വന്നാൽ എന്തോ മനസ്സിനൊരു വിഷമം കണക്കാണ്. അവിടെ നിന്ന് നേരെ നമ്മൾ അടുത്തൊരു മാർക്കറ്റ് ഉണ്ട് കേട്ടോ. ഈ മാർക്കറ്റിൽ നമ്മൾ ഇതിന് മുന്നേ ഒരു ദിവസം പോയിട്ടുണ്ട്. ഇപ്പോഴല്ല, കുറച്ച് നാളായി പോയിട്ട്. ഇപ്പം ഈ ചൂട് സമയത്ത് മാർക്കറ്റിൽ പോകാൻ പറ്റിയ സിറ്റുവേഷനൊന്നും അല്ല. പക്ഷേ നമ്മൾ ജസ്റ്റ് അതിൻ്റെ അടുത്തായതുകൊണ്ട് ഒന്ന് പോവാൻ. നിങ്ങൾ കൂടി മാർക്കറ്റിനെ കുറിച്ച് അറിയുന്നവരും അറിയാത്തവരും കാണും. ആർക്കെങ്കിലും യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതി ഒരു വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ പേര് വരുന്നത് കട്രാൻ മാർക്കറ്റ്, മംഗോൾപുരി. അപ്പോൾ ഈ മാർക്കറ്റ് ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് മംഗോൾപുരി എന്ന് പറയുന്നത്. കട്രാൻ മാർക്കറ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ, അറിയാത്തവർ കേട്ടോ. അറിയുന്നവർ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് വിട്ടേക്ക്. അപ്പം ടൈമിംഗ് എന്ന് പറയുന്നത് സമ്മർ സീസണിൽ ഒരു 10:30 തൊട്ട് 7 മണി വരെ ഒക്കെ ആയിരിക്കും. സീസണിൽ വരുന്നത് 9 മണി തൊട്ട് 8 മണി വരെയൊക്കെയാണ് പറയുന്നത്. ഇത് എന്ന് ക്ലോസ് ആണെന്ന് അറിയത്തില്ല. കാര്യം ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഡൽഹിയിൽ ഒട്ടുമിക്ക മാർക്കറ്റുകളിലും മൺഡേയിൽ ക്ലോസ്ഡ് ആയിരിക്കും കേട്ടോ. അപ്പം ഇവിടെ ഈ ഒരു മാർക്കറ്റ് അറിയപ്പെടുന്നത് ഫേബ്രിക്കിൻ്റെ കളക്ഷൻസ് ഉള്ള മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരുപാട് ഫങ്ഷനും നമ്മുടെ എന്തെങ്കിലും വെഡ്ഡിങ് ഫങ്ഷൻ, പാർട്ടി വെയർ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മെറ്റീരിയലിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. അപ്പം ആ ഫേബ്രിക് മെറ്റീരിയൽ ഏതൊക്കെയെന്ന് വെച്ചാൽ കോട്ടൺ, റയോൺ, സിൽക്ക്, ഓർഗാൻസ, ഷിഫോൺ, വെൽവെറ്റ്, സറ്റിൻ, ജോർജറ്റ്, ക്രേപ്പ്, നെറ്റ്, പോളിസ്റ്റർ, ജൂട്ട്, അങ്ങനെ പല പേരിലുള്ള ക്ലോത്ത് മെറ്റീരിയലാണ് അവിടെ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വരുന്ന ക്രേപ്പ് മെറ്റീരിയൽ, റയോൺ, അങ്ങനെ ഇതെല്ലാം നമ്മുടെ ചുരിദാർ മെറ്റീരിയലുകളുണ്ട്, ഗൗണിന് ആവശ്യമായിട്ടുള്ളതുണ്ട്, ധാവണി, അങ്ങനെയില്ല. ഇത് നമുക്ക് ഒരു നമ്മുടെ പേഴ്സണൽ യൂസിനും എടുക്കാം, ബൾക്കായിട്ട് എടുക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടം കേട്ടോ. ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ മാർക്കറ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ സാരി അങ്ങനെ എല്ലാം മീറ്റർ കണക്ക് നമുക്ക് കട്ട് ചെയ്ത് വാങ്ങാം. ബ്ലൗസ് പീസിനായാലും ബ്ലൗസ് പീസ് കണക്ക്, അതായത് മീറ്റർ അനുസരിച്ചാണ് റേറ്റ് വരുന്നത്. അവരൊരു വില പറയും, നമ്മൾ വേറൊരു വില പറയും. ഇവിടെ ഡൽഹിയിലേക്ക് മിക്ക മാർക്കറ്റുകളിലും ബാർഗെയിനിങ് ചെയ്തേ വാങ്ങാൻ പറ്റുള്ളൂ. നമ്മുടെ ആദ്യമേ വില കേൾക്കുമ്പോഴേ നമ്മൾ മനസ്സിന് ആ ഒരു ഇത് കൊടുക്കാതെ നമ്മളൊരു വില പറയണം. ആ വിലയിൽ അവർ അഡ്ജസ്റ്റ് ആവും. നമുക്ക് പറ്റുന്ന ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് തന്നെ നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ ഭയങ്കര ചൂടായിരുന്നു, പറയാതെ വയ്യ. കാര്യം ഈ ഒരു ജ്യൂസ് കുടിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഐസിട്ട് കുടിക്കരുത്. കരിമ്പിൻ ജ്യൂസ് ഐസിട്ട് കുടിച്ചാൽ ലൂസ് മോഷൻ കിട്ടിയിരിക്കും, അത് ഉറപ്പാണ്. കാര്യം നമ്മൾ കൊച്ചിന് മേടിച്ചു കൊടുക്കുന്നതുകൊണ്ട് ആണ് നമ്മൾ അങ്ങനെ ആദ്യമൊക്കെ വന്ന സമയത്തൊക്കെ അറിയാതെയൊക്കെ വാങ്ങി ഐസിട്ടായിരുന്നു കുടിക്കുന്നത്. പക്ഷേ ഐസിടാതെയാണ് കുടിക്കാൻ, ഇല്ലെങ്കിൽ വയറിന് എന്തെങ്കിലും പ്രോബ്ലം വരും. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഈ നൂലിൻ്റെ സെക്ഷൻ. കിലോ കണക്കിനാണ് നൂല് വാങ്ങുക, നല്ല റേറ്റ് കുറവാണ് കേട്ടോ. നല്ല കാര്യമാണ്.
ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അതുകൊണ്ട് മോനെയും കൂടെ കൊണ്ടുപോയോണ്ട് ഒരു ഒടുക്കത്തെ ചൂടായിരുന്നു. ചൂടൊക്കെ താങ്ങാൻ പറ്റുന്നവർ ഈ സമയത്ത് പോയാലും കുഴപ്പമില്ല. പക്ഷെ നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റാത്തവർ പോവാതിരിക്കുന്നതാണ് നല്ലത്. സീസണൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല. ഏത് സീസണിൽ എപ്പോഴും ചെന്നാലും ഈ മാർക്കറ്റ് അങ്ങനെ തന്നെ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ എനിക്ക് ഈ മാർക്കറ്റിൻ്റെ പരസ്യം ചെയ്യാൻ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാനൊക്കെ ഈ വെയിലത്ത് നടന്ന് ഞാൻ തലയിറങ്ങി വീണ അവസാനം ഹസ്ബൻഡ് വണ്ടി വിളിച്ച് എടുത്ത് വീട്ടിൽ കൊണ്ട് പോവുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ മാർക്കറ്റ് ഓപ്പണായിട്ടൊക്കെ വരുന്നേ ഉള്ളൂ. പക്ഷേ വരുന്നവർക്ക് നല്ല ലാഭത്തിന് വാങ്ങാം. റേറ്റൊക്കെ അത്യാവശ്യം കുറവാണ്. റേറ്റ് അവർ പറയുന്ന റേറ്റും നമ്മൾ പറയുന്ന റേറ്റും ബാർഗനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് കിട്ടും. ഇതൊരു രാവിലെ സമയമാണ് കേട്ടോ. അധികം തിരക്കില്ലായിരുന്നു, രാവിലെയൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.